വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിത്യ ഡയറീസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗായ്സ്. സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്ന് പാടത്തോട്ടും തോട്ടിലും വെള്ളത്തിലൊക്കെ ഒന്ന് ചാടി തിമിർത്ത് വരാമെന്ന് വിചാരിച്ചുള്ള പോക്കാണ്. വീട്ടിലെ പിള്ളേരെയും എല്ലാവരും പെറുക്കി കൂട്ടിയിട്ടുണ്ട്, മാമാരും എല്ലാവരും ഉണ്ട്. പോകുന്ന വഴിയിൽ ഈ ഒരു കായ കണ്ടുട്ടാ. അത് നല്ലൊരു ചെടിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ കായകൾ. അപ്പോൾ അത് വന്നപ്പോൾ കട്ടപ്പ എന്ന് പറയും, കാട്ടപ്പ അത് നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്ക് മരുന്ന് കഞ്ഞിയിലൊക്കെ അരച്ച് കൊടുക്കുന്ന സംഭവമാണ്, ഇത്ര നല്ലതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ ഒരു ഐറ്റം കണ്ടാൽ നമ്മുടെ നാട്ടിലൊക്കെ അത് തത്തമ്മച്ചുണ്ട എന്നാണ് കേട്ടോ പറയുക. അത് അതിൻ്റെ നമ്മുടെ ആ പൂവുണ്ടല്ലോ, ആ പൂവ് നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് തേനൊക്കെ കുടിക്കും. നിങ്ങളുടെ നാട്ടിൽ അതെന്ത് പേരിൽ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആക്ച്വലി നമ്മുടെ അമ്മമ്മയുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ പാടത്തോട്ട്. അപ്പോൾ പോകുന്ന വഴി നമ്മുടെ അമ്പലമാണിത്, നമ്മുടെ ഭഗവാന്റെ അമ്പലം ശ്രീ ചെമ്പുഴ അയ്യപ്പ ക്ഷേത്രമാണ്. ആണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ പോകുന്ന വഴി മക്കളുള്ള കാരണം കണ്ട പൊന്തയിലും കാട്ടിലൊക്കെ കയറിയിട്ട് കണ്ണി കണ്ട പൂവൊക്കെ പറിച്ചുകൊണ്ട് കിടക്കണം. പക്ഷേ ഈ ഒരു പൂ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റൊക്കെ അടിക്കുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഇവരുടെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ, നമ്മളും അങ്ങനെ തന്നെയല്ലേ ചെറുപ്പത്തിൽ ഓരോ പൂക്കളൊക്കെ കാണുമ്പോൾ പറിച്ചുകൊണ്ട് നടക്കും. പിന്നെ ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല, പക്ഷെ അതിൻ്റെ കായ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഈ ഫ്ലവറും അത് ലാവൻഡർ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഒന്നും അങ്ങനെ കാണാനില്ല, പണ്ടൊക്കെ നമ്മുടെ ഈ വീടിൻ്റെ വഴികളിലൊക്കെ സൈഡിലൊക്കെ നന്നായിട്ട് നിന്നിരുന്നതാണ്. പിന്നെ ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് ഞാൻ മാമോട് ചോദിച്ചു നോക്കുമ്പോൾ മാമിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടതിൻ്റെ ഒക്കെ വീഡിയോ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൂടാതെ നമ്മുടെ മേമി നിൽക്കുന്ന ഭാഗമല്ലേ, ആ ഭാഗം വരെയൊക്കെ മഴക്കാലത്ത് നല്ല വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങോട്ട് കയറി വരും കേട്ടോ. അതായത് നമ്മുടെ തോടൊക്കെ നിറഞ്ഞിങ്ങോട്ട് ഒഴുകും. അപ്പോൾ ഇവിടെ കളിക്കാനൊക്കെ വരാൻ നല്ല രസമാട്ടോ. അപ്പോൾ ഒരുപാട് പേരുണ്ടാവും. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ കുറ്റിപ്പാലിൽ. അമ്മയുടെ വീട്ടിലാണ് ഞാൻ കൂടുതൽ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ ഇവരുടെ കൂടെ നിന്ന കാരണം ഇവിടെ തന്നെയാണ് കൂടുതൽ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. കണക്ഷൻസ് കൂടുതൽ നമുക്ക് ഇവിടെയാണ്. പിന്നെ നമ്മളിത് ആ തോടിൻ്റെ അടുത്ത് എത്താറായി. ഞാനിപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ ആയതും ഇവിടെ ഇങ്ങനെ മതിൽ കെട്ടിയതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. നമ്മൾ തോട്ടിൻ്റെ വക്കത്ത് അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ തോട്ടിലേക്ക് ഇറങ്ങുന്ന ഈ ഒരു ഇടവഴിക്ക് വലിയൊരു ചേഞ്ച് ഒന്നുമില്ല കേട്ടോ. ഈ ഓലമടൽ നിരത്തി വെച്ചതിന് പകരം കുറേ ചെടികളായിരുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതേ വെള്ളം ഒലിക്കുന്ന ഈ ഒരു ചാലിനും വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ നമ്മൾ തോട്ട് കാണാം എന്നുള്ള ഡിസിഷനിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ഗായ്സ് ആകെപ്പെട്ടു. അവിടെ കുളിസീനാണ്, ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് പോകുന്നത്, ക്യാമറ ഒക്കെ എടുത്ത് പോകുന്നത് മോശമല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഡിസിഷൻ മാറ്റി അവിടെ നിന്ന് നമ്മൾ ലൊക്കേഷൻ മാറ്റി പിടിച്ചു. അതായത് നമ്മൾ തോടിൻ്റെ വേറൊരു സൈഡ്, അതായത് പുതുതായിട്ടൊരു ബണ്ട് കെട്ടിയിട്ടുണ്ട്. അവിടെ ചാടാനൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് മേമ എൻകറേജ് ചെയ്തിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ചടുങ്ങും പെടുങ്ങൊക്കെ ഫ്രണ്ടിൽ ഓടിയിരിക്കുന്നത്, നമ്മൾ പാവങ്ങൾ ബാക്കിൽ പോകുമ്പോൾ ഈ കുഴൽക്കിണർ ചാടിക്കടന്ന കാരണം മേമ എന്തിനാ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് എന്ന് ചോദിച്ചു നോക്കുമ്പോൾ അനിയത്തി റിസ്ക് എടുക്കുന്നത് ഞങ്ങൾക്ക് റിസ്ക് അടിക്കുന്ന പോലെ എന്നൊക്കെ തഗ് ലൈഫ് അടിച്ചിട്ടാണ് നമ്മൾ നടന്നു പോകുന്നത് കേട്ടോ. എന്തായാലും വേണ്ടില്ല, നമുക്ക് എന്തായാലും ഇത്രയൊക്കെ നടന്നു വന്നിട്ട് തോട് കാണാതെ, തോട്ടിലൊന്ന് ചാടാതെ, തോട് വെള്ളത്തിലൊന്ന് കുത്തിമറിയാതെ തിരിച്ചൊരു പോക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും കാൽനട യാത്ര മുന്നോട്ടിട്ടാ. ചാടിക്കടന്ന് നടന്ന് ഞങ്ങളിത് അവസാനം എത്തി ഗായ്സ്. നമ്മുടെ തോട്ടിലെത്തിയപ്പോഴാണ് സംഗതിയൊക്കെ മാറിപ്പോയി. കാരണം വെള്ളം കാണുമ്പോൾ പേടിയാവണ് ഗായ്സ്. നിങ്ങളത് നോക്ക്, എന്താണത് കാണുമ്പോൾ. അയ്യോ, ഈ വെള്ളത്തിലൊന്നും ഞാൻ ചാടൂല പറഞ്ഞ് ഞാൻ തിരിഞ്ഞോടാ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നീ തിരിഞ്ഞ് പോവണ്ട, വേറെ വഴിയുണ്ട്, വേറെ സ്ഥലമുണ്ടല്ലോ ഇവിടെ, നമുക്കെന്തായാലും വഴി ഒരുക്കാന്ന് പറഞ്ഞിട്ട് മേമാർ പിടിച്ച് നിർത്തി. ആ കൂട്ടത്തിലാണ് ഒരു കുഞ്ഞു പൈതൽ, ഒരു കുഞ്ഞു കണ്ണമ്മീൻ കിടന്ന് കളിക്കുന്നത് കണ്ടിട്ട്. വേറെ ആരുമല്ല, എൻ്റെ സുധിമാമൻ്റെ, അതായത് എൻ്റെ മാമൻ്റെ മോനാണ് ആ വെള്ളത്തിൽ കിടന്ന് ചാടി കളിക്കുന്നത്. അവിടെ ബണ്ട് ഉണ്ട് കേട്ടോ. അതാണ് ആ വെള്ളം അങ്ങനെ വേവായി പോകുന്നത് കണ്ട. ആ ഒരു പോക്ക് കാണുമ്പോൾ, ആ ശബ്ദം കേൾക്കുമ്പോഴുണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ സുനാമി വരുന്നപ്പോൾ പോലെ എനിക്ക് പേടിയാവും, മനസ്സിലായിട്ട് ഉൾഭയം. എനിക്ക് അവിടെ നിന്ന് കുടുങ്ങിയാണ് അവിടെ ഒരു പേടിയിട്ടാ. അപ്പോൾ എന്തായാലും അവൻ ചാടി കളിക്കണുണ്ടപ്പോൾ ഒന്ന് ചാടടാ പറഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞ്, ചേച്ചി വെള്ളമാണ് ബണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് ചാടില്ല, നീങ്ങി ചാടിത്തരാ പറഞ്ഞിട്ട് എന്തായാലും അവൻ കയറി അങ്ങോട്ട് നീങ്ങി ചാടാൻ വെച്ചിട്ടാ. ഞാൻ ക്യാമറ ഓണാക്കി പിടിച്ചു. പക്ഷേ അവൻ ചാടിപ്പോയത് മരത്തിൻ്റെ ഷാഡോയിൽ പറ്റൂട്ടാ. അതുകൊണ്ട് അവൻ ചാടി കാണാനില്ല. അപ്പോൾ അത് പെട്ടില്ല പറഞ്ഞപ്പോൾ അവൻ്റെ നിന്ന് 2 ആട്ടും തുപ്പൊക്കെ കേട്ടെങ്കിലും ഞാൻ വീണ്ടും ചാടാൻ പറഞ്ഞു. അപ്പോൾ അവൻ അവിടുന്ന് കണ്ടെത്തുന്ന ചാടണമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അതൊന്നും വേണ്ട, നമുക്ക് തൽക്കാലം ഇപ്പോൾ ഒരു ചാട്ടം ഇവിടെ നിന്ന് ചാടിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ഒന്നും കൂടി പാവല്ലേ, നല്ല ഒഴുക്കുണ്ട്, പിന്നെ നേരെ ബണ്ടിൻ്റെ മുന്നിലാട്ടാ. അതുകൊണ്ട് അവനൊരു ബുദ്ധിമുട്ടുണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളല്ലേ. അപ്പോൾ എന്തായാലും അവൻ ചാടാ എന്ന് തീരുമാനിച്ച് വീണ്ടും ഒരു ചാട്ടം കൊടുത്തു.
പിന്നെ നമ്മൾ പറഞ്ഞു കേട്ടോ അവിടെ നിന്ന് കളിക്കേണ്ട, ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ പോകുന്നിടത്തേക്ക് പോരേ എന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. സംഭവം ഞാൻ ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ തോട്ടിലേക്ക് പോകുന്ന എല്ലാവരും കൂടെ പോകുന്ന കണ്ടപ്പോൾ ഓടി വന്നിട്ട് ആദ്യം വന്ന് ചാടി മുതലാണത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമുക്ക് വേറൊരു സൈഡിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ഈ പറമ്പ് കൂടെ ആരാൻ്റെ പറമ്പ് കൂടെ അറഞ്ചും പുറഞ്ചും ചവിട്ടിക്കൊണ്ട് എന്തൊക്കെ ഇടത്തുനിന്ന് ആർക്കറിയാം ദേവിയെ. അല്ല കേട്ടോ, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾ ഡീസൻറ്റ് പുള്ള. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കി ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ ഒരു ബുദ്ധിമുട്ട് ചില ഒരു വേലി ചാടി കിടക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഈ വേലി ചാടുന്നതാണ് ഒരു ബുദ്ധിമുട്ട്. പാവങ്ങൾ അവർ കെട്ടിയതല്ലേ, എന്നാലും സാരമല്ല, നമുക്കിപ്പോൾ വേറെ മാർഗ്ഗമില്ലാത്ത കാരണം നമ്മളിപ്പോൾ വർഷത്തിലൊരിക്കലൊക്കെ അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു പോർഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വഴി ഉണ്ടല്ലോ, എത്ര കാലമായി ഗൈസ്, ഒരു മാറ്റമില്ല. കുറ്റിപ്പാല ഇന്നും കുറ്റിപ്പാല തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മേമ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. മിസ് നാവ് വിളിക്കുന്നു, മിസ് സുമിത മേമയാണ് ഇത്. എൻ്റെ ചെറിയ മേമ, എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു മേമയാണ്. എല്ലാ മേമാർക്കും ഇഷ്ടമാണ്, എന്നാലും ഈ മേമയാണ് നമ്മളെ നയിക്കുന്നത് എന്ന് ഞാൻ പറയില്ല. അപ്പോൾ ഫ്രണ്ടിൽ കുറേ പേര് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വഴി കണ്ടപ്പോൾ എൻ്റെ പൊന്നെ ഭംഗി കൂടിയിട്ടുണ്ടെങ്കിലും ഇവിടെ നല്ലൊരു കണ്ടായിരുന്നു കേട്ടോ. കണ്ടത്തിൻ്റെ ഒക്കെ കോലം മോനെ ഈ വഴി കൂടെ പോകാൻ കുറച്ച് പേടിയിട്ടാ. കാരണം വല്ല ഇഴജന്തുക്കൾ അല്ലെങ്കിൽ പാമ്പ് സ്നേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. നൈസായിട്ട് കൊത്തിയിട്ട് ചേട്ടൻ്റെ പണിക്ക് പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ കുഴിയിൽ വീഴും ചെയ്തു ഗൈസ്. അപ്പോൾ സാരമില്ല, റിസ്ക് എടുത്തുള്ളവരല്ലേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ള മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഇതാ മുന്നോട്ട് എന്ന് പറയാൻ പറ്റില്ല. അതേ നമ്മൾ ഇറങ്ങുന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് അങ്ങ് ദൂരെ ഒരു തെങ്ങ് നമ്മുടെ കുറുകെ, അതായത് പാലത്തിന് കുറുകെ, പാലം എന്നെ തോടിന് കുറുകെ വെച്ചത് കണ്ടിട്ട് അത് കണ്ടപ്പോൾ ഇവിടത്തെക്കാളും ഭംഗി അവിടെ ഉണ്ടോ എന്ന് എൻ്റെ മനസ്സിനിങ്ങനെ തോന്നിട്ടോ. എൻ്റെ ഉള്ളിലൊക്കെ വേറെ ഡ്രസ്സുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മേമയ്ക്ക് നടക്കാൻ വയ്യട്ടോ. അപ്പം മേമോട് ഇവിടെ ഇരുത്തി നമ്മളിവിടെ സൈഡാക്കി. അപ്പോഴത്തേനും ഒരുത്തി പോയിട്ട് കുത്തിമറിക്കലൊക്കെ തുടങ്ങിയിരിക്കണേ. അപ്പോൾ എന്തായാലും നമ്മളെല്ലാത്തിനും പിടിച്ച് കയറ്റി നമുക്ക് ആദ്യം എവിടെ പോവാം എന്ന് പറഞ്ഞ് ആ ഒരു തെങ്ങിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതിന് മുൻപ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് എൻ്റെ അമ്പാനെ പോകുന്ന പടപടാ പടയ്ക്കുന്ന കുഞ്ഞു മീനുകൾ. എന്താണ് പരലും കുട്ടികളാട്ടാ. എന്തായാലും വെള്ളത്തിൽ ചാടി കളിക്കുകയാണ്. കുഞ്ഞതായിപ്പോയി, കുറച്ചും കൂടെ വലുതാണെങ്കിൽ പിടിച്ച് കവറിലിട്ടിട്ട് കൊണ്ടുവരുന്നു ഫ്രൈ ചെയ്യാമായിരുന്നു. എന്തായാലും സാരല്ല, വലുതാവട്ടെ, വിട്ട് കളയാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ വീണ്ടും യാത്ര തുടരാരംഭിച്ചത് എവിടേക്കാണെന്ന് വെച്ചാൽ ആ കുറുകെ വെച്ചിരിക്കുന്ന തെങ്ങിൻ്റെ മേൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പട ഇതാ നടന്നു പോവുകയാണ്. വേറെ ഒന്നല്ല, നമ്മളിത് ആടിത്തിമർക്കുവാൻ വേണ്ടി ചാടി കളിക്കുവാൻ വേണ്ടി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ അവിടെ കണ്ടപ്പോൾ എന്താ പറയുക, ഞാനും എല്ലാം ആകണ്ടില്ലാണ്ടായി എന്ന് പറയില്ല. എന്തായാലും നമുക്ക് കാണാം, പോവാം. പക്ഷെ നമ്മൾ കാണുന്ന പോലെ കേട്ടോ, കുറച്ചങ്ങോട്ട് ദൂരം അങ്ങോട്ട് നടക്കാൻ. നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ ദേ കിടക്കുന്ന ആര് എന്ന് പറഞ്ഞ പോലെ ഒന്നല്ലെങ്കിൽ കണ്ടത്തിൽ അല്ലെങ്കിൽ തോട്ടിലുണ്ടാവും. പക്ഷെ ഞാൻ വീണോണ്ട് എനിക്ക് പ്രശ്നമില്ല. എൻ്റെ കയ്യിൽ ഫോണുണ്ട്. ഫോൺ പോയാൽ പിന്നെ ജീവിച്ചു ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് നടക്കുന്നത്. കൂട്ടത്തിൽ നിങ്ങളെന്താ നിലാനിമോളെ ആലോചിച്ചില്ലേ? നിലാനിമോളെ അങ്ങോട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ആളെ അമ്മയുടെ വീട്ടിൽ നിർത്തി. കാരണം പെട്ടെന്ന് മഴ പെയ്യുകയാണെങ്കിലൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ അവൾക്ക് മാത്രമല്ല, ഈവനിങ് ആണ് നമ്മൾ വരുന്നത് ഇങ്ങോട്ട്. പിന്നെ ഒരു 5:30 ആകുമ്പോൾ അവൾക്ക് സെക്കൻഡ് സോളിഡ്സ് കൊടുക്കേണ്ട ടൈമാണ്. അപ്പോൾ നമ്മൾ ലേറ്റ് ആക്കരുത് മകളുടെ കാര്യത്തിൽ. കോംപ്രമൈസ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാ കാര്യങ്ങളും സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓഫ് കോഴ്സ് നമ്മൾ നിലാനിമോളും കൊണ്ട് മാത്രമേ ഈ വഴിക്ക് വരുള്ളൂ. അപ്പോൾ ഞാനത് എക്സ്പെക്റ്റ് ചെയ്താണ്. പക്ഷേ ഇത്രയും നേരം എടുക്കുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ലേറ്റായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവന്നില്ല മോളേട്ടാ. അപ്പോൾ എന്നിട്ട് നമ്മളിവിടെ എത്തി. അപ്പോൾ നമുക്ക് ഫോട്ടോ സെഷനാണ്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ വെള്ളത്തിൽ ചാടാനുള്ള പുറപ്പാടിലായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കണ്ണൻകുട്ടിയാണ് ചാടാൻ പോകുന്നത്. സംഭവം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് ധൈര്യം വേണം കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ നടക്കണമെങ്കിൽ. അവ അങ്ങനെ ചാടിയപ്പോൾ അവൻ്റെ ചേച്ചി അതാണ് ഐസായിട്ട് തോട്ട് കൂടെ സൈഡിൽ കൂടെ ഇറങ്ങി പോകുന്നുട്ടോ, ചാടാൻ പേടിയായിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മേമയ്ക്ക് ഹരമൊത്ത് മേമയും ചാടാന്ന് പറഞ്ഞ മാല കൂരിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ അനിയത്തി സസ്പെൻസ് ആയിട്ട് ആദ്യം തന്നെ കയറി പോകുന്നത്. ഓളെ പോക്ക് കണ്ടപ്പോൾ ഇപ്പം തന്നെ ചാടുന്ന് വിചാരിച്ചു. പക്ഷെ നൈസായിട്ട് ആകുമ്പോൾ ഇരിക്കാനായിരുന്നു അവളുടെ പോക്കിട്ടാ. പിന്നെ നമ്മുടെ മേമയും പോയിട്ടാ. മേമ ഫസ്റ്റ് ചാടുന്ന് ഞാൻ വിചാരിച്ചില്ല, എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ മേമ എന്നെ ഹരമൂത്ത് ആദ്യം ചാടിയിട്ടോ. അപ്പോൾ ചാട്ടം നമുക്ക് കാണാം. അതിനുശേഷം കുഞ്ഞോള് ചാടി. പിന്നെ കുഞ്ഞോള് ചാടിയപ്പോൾ പിന്നെ കണ്ണൻകുട്ടിക്ക് ഇരിക്കാൻ വയ്യ. കണ്ണനും അതെ തിരിഞ്ഞു നിന്നിട്ട് അവനും ചാടി.
റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അമ്മ മീൻ വറക്കുന്നിട്ട് അതാണ് അതിൻ്റെ ആ സ്മെല്ല് വന്നിട്ട് എനിക്ക് ചുമയ്ക്കാൻ വരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ പളുമോള് ശിശിര എന്നാണ് ആളുടെ പേര്. ആള് പോയിട്ട് ഞാൻ വിചാരിച്ച് നിന്ന് ചാടുന്നിട്ടാ, പക്ഷെ അവൾ ബുദ്ധിക്ക് കളിച്ചു. കാല് വേദനിക്കാതിരിക്കാൻ അവൾ ഇരുന്ന് ചാടി. എൻ്റെ ലക്ഷ്യം അതായിരുന്നു, ഇരുന്ന് ചാടണമെന്ന്. എന്തായാലും അവളും ചാടി ഇറങ്ങിയതിന് ശേഷം പിന്നെ എനിക്ക് നിപ്പുറപ്പ് കിട്ടുന്നില്ല. ചാടണോ ചാടണ്ടേ? ചാടാനാണെങ്കിൽ വെച്ചാൽ പേടിയുണ്ട്. കാരണം സി സെക്ഷൻ ആയ കാരണം ഇനി വെള്ളമൊക്കെ വയറും പിടിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ എന്നുള്ള ആ പേടിയും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കുടുങ്ങി. പിന്നെ ആദ്യം തന്നെ വെള്ളം കണ്ടതും പേടിച്ചിരിക്കുന്നു. അപ്പോൾ റിസ്ക് എടുക്കണോ എടുക്കണ്ടേ നാവ് കൊടുക്കുന്നത് റിസ്ക് എടുക്കണ്ടേ എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് സുമി മേമ 5-6 ചാട്ടം അതിനുള്ളിൽ കഴിച്ചിരിക്കുന്നു. പിന്നെ അങ്ങനെ വെള്ളം ഒലിച്ച് പോകുന്ന കാരണം അവിടെ ചാടുമ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല. കാല് നല്ല വേദന ഉണ്ടെന്ന് കൂട്ടത്തിൽ അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മേമ പറയുന്നുണ്ട് ഇരുന്ന് ചാടിയാലോ എന്ന് പറയുമ്പോൾ ഇരുന്ന് ചാടുമ്പോഴും പ്രശ്നമാണ്, ഇങ്ങനെ ചാടുമ്പോൾ അതായത് കിടന്ന് ചാടുമ്പോഴും പ്രശ്നമാണ്. ഒഴുകി വരുന്ന വെള്ളമായ കാരണം നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പായിട്ട് നിൽക്കാൻ പറ്റില്ല. എന്തായാലും കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടേ നമുക്ക് കയറി വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം മേമ ചാടിക്കഴിഞ്ഞ് കണ്ണൻ ചാടാൻ നിൽക്കുകയാണ്. ഇവൻ്റെ അച്ഛനട്ട എനിക്ക് ആദ്യമായിട്ട് നീന്തൽ പഠിപ്പിച്ചു തന്നത്. അതും വേണ്ട പറയണമെങ്കിൽ അത് ഞാൻ ഇപ്പോൾ ഈ ഒരു സമയത്ത് സ്മരിക്കുന്നു. പിന്നെ നമ്മൾ എല്ലാവരും നീന്താനൊക്കെ തുടങ്ങിയിരിക്കുന്നു. പിന്നെ മേമയുടെ ചാട്ടപ്പോഴും നിന്നില്ല. പിന്നെ ഞാൻ ഐസായിട്ട് എല്ലാവരും ചാടി വെള്ളത്തിലെത്തി. ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നുണ്ട്. ഞാൻ ഫോണും പിടിച്ച് കരയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് ശിലുമോളെ ഫോൺ ഏൽപ്പിച്ചിട്ട് ഞാൻ ചാടാമെന്ന് പറഞ്ഞ് പകുതി വരെ പോയി. അതായത് നമ്മുടെ പാലത്തിൻ്റെ പകുതി വരെ പോയിട്ട് തിരിച്ച് വന്ന് ഞാൻ നൈസായിട്ട് സൈഡിൽ കൂടെ ഇറങ്ങി പോകുന്നത് കണ്ടു. കാരണം എനിക്ക് പേടിയായിട്ട് ചാടാൻ പേടിയായിട്ട് സ്റ്റിച്ചൊക്കെ വേദനിച്ചാലോ എന്നൊക്കെ ഉള്ള ടെൻഷൻ കാരണം ഞാൻ ചാടില്ല ഗൈസ്. ഞാൻ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ ഇറങ്ങിയപ്പോഴാണ് നമുക്ക് വല്ലാതെ വെള്ളമില്ലാന്ന് മനസ്സിലായത്. വല്ലാതെ വെള്ളമില്ലാത്ത കാരണം എന്താണ്, ചാടുമ്പോൾ നല്ല വേദനിക്കട്ടോ കാല്. കൂടുതൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാല് തലത്ത് മുട്ടില്ലല്ലോ. പക്ഷെ ഇതിൽ പറഞ്ഞാൽ മുട്ടുട്ടാ, നമുക്ക് നല്ല വെള്ളം കുറവാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ നീന്തിയിട്ട് നമ്മുടെ മറ്റേ മേമേനെ നമ്മൾ ആദ്യം ഒരു സൈഡിൽ ആക്കിയില്ല. ആ സൈഡിലേക്കാണ് നമ്മൾ നീന്തി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. തുടങ്ങി ഹൊയ് 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 എല്ലാവരും പറഞ്ഞു പോകുന്നത്. പക്ഷെ പോകുന്ന പോക്കിൽ നമ്മളെ മൂടാനുള്ള അത്ര വലിയൊരു കുഴി ഉണ്ട് കേട്ടോ. ആ ഒരു കുഴി കഴിഞ്ഞിട്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് കാല് കുത്താൻ പറ്റില്ല. ആ ഭാഗം നീന്തി കടക്കണം. എന്തായാലും നമ്മൾ കടന്നതിന് ശേഷം നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ശിലുമോളെ എടുത്താണ് കേട്ടോ. ഞാനിത് ശ്രദ്ധിച്ചില്ല. ഞാൻ ജസ്റ്റ് കുളം എന്നാണ് പറയുന്നത്. എപ്പോഴും തോട് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുമാത്രമല്ല എല്ലാവരും കൂടെ അങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക രസട്ടാ, പഴയ ഒരു ഓർമ്മകളൊക്കെ വരുന്നത്. എന്തായാലും ആദ്യമൊന്നും നമ്മൾ വെള്ളത്തിലിറങ്ങിയപ്പോൾ നമ്മുടെ പേടിയൊക്കെ ഒന്ന് നൈസായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അച്ചുമോൾക്ക് നീന്തൽ അറിയില്ല എന്നൊക്കെ ചേച്ചി എനിക്ക് പഠിപ്പിച്ചു തരുമോ പറഞ്ഞിട്ട് പിന്നാലെ വന്ന് പിന്നെ നമുക്ക് ഈ വെള്ളത്തിലായ കാരണം അവളെ ഒറ്റയ്ക്ക് നിർത്താനും പേടി. കാരണം നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ നല്ലപോലെ നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതേ വെള്ളത്തിൻ്റെ കൂടെ പോവും ചെയ്യും. വല്ല ബണ്ടും തങ്ങിക്കെടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവളെ പിടിച്ച് ഞാൻ കുറച്ച് നേരമൊക്കെ നീന്തൽ പഠിപ്പിച്ചു കൊടുത്തുട്ടാ. എനിക്ക് പിന്നെ ചെറുപ്പം മുതലേ അറിയാം മലർന്ന് നീന്താനും അതുപോലെ കമിഴ്ന്ന് നീന്താനും ഒക്കെ എനിക്ക് അറിയാം കേട്ടോ. അത് പിന്നെ നമ്മൾ പണ്ടൊക്കെ ഈ വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ട് നമ്മൾ എണ്ണീട്ട് ഇത്ര വരെ എണ്ണിയാൽ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കില്ല. അങ്ങനത്തെ കളിയൊക്കെ കടിച്ചേർന്നാണ് എന്താണ് എനിക്കിങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നതാണ് അവ ഭഗവാനെ. അപ്പോൾ കളിച്ചേർന്നതാണ്. പിന്നെ നമ്മൾ നീന്താനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. ഒരുപാട് നേരം കളിച്ചിട്ട് എല്ലാ വീഡിയോസും നമ്മൾ ഇതിലിട്ടിട്ടില്ല. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇടാൻ കാരണം വെള്ളത്തിൽ കളിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതല്ലാതെ ഇടുന്നില്ല. ജസ്റ്റ് കുറച്ച് വീഡിയോ ക്ലിപ്സ് മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരം ഒന്ന് മലർന്ന് നീന്താന്ന് വിചാരിക്കുമ്പോഴാണ് എൻ്റെ അടിയിൽ കൂടെ പോയപ്പോൾ എനിക്ക് എന്തോ പേടിയായിട്ടാണ്. അപ്പോൾ നമ്മൾ മലർന്ന് നീന്തുന്നില്ല, കമിഴ്ന്ന് നീന്താന്ന് പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് കമിഴ്ന്ന് നീന്തി. പിന്നെ അങ്ങോട്ട് ദൂരത്തേക്ക് പോകാൻ പറ്റുന്നില്ല കാരണം എല്ലാവരും ഇവിടെ നിൽക്കുന്ന കാരണേ. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ളവരൊക്കെ പോയിട്ട് ചാടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും ചാടണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും പോകാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും ആ സമയമാകുമ്പോഴത്തേനും എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. മക്കൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ്. കാരണം നമ്മളിങ്ങനെ കളിക്കുന്നൊന്നും ഇല്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഒന്ന് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ പിന്നെയും വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വട്ടം എല്ലാവരും കൂടെ അവിടെ കുളിച്ചതിന് ശേഷം വീണ്ടും എനിക്ക് ചാടണം, ഞാൻ ചാടിയില്ല എന്നൊക്കെ പരിഭവം പറഞ്ഞ് വീണ്ടും ഞാൻ അവിടെ എത്തിയിട്ടോ. അങ്ങനെ അരിച്ചരിച്ച് എങ്ങനെയോ നമ്മൾ ആ ഒരു തെങ്ങിൻ്റെ കുറുകെ എത്തിയിരിക്കുന്ന ഒരൊറ്റ ചാട്ടാണ്. ഞാൻ വിചാരിച്ചില്ല. കാല് നല്ല വേദനിച്ചിട്ടോ, നല്ല വേദന ഉണ്ടായിരുന്നു. ഞാനൊരു കല്ലിൻ്റെ മുകൾക്ക് ചാടി തോന്നുന്നുണ്ട്. ചരലുകളുള്ള കാരണം അതുമൊക്കെയാണ് വന്ന് ചവിട്ടിയത്. പക്ഷെ ഒരു വട്ടം ചാടിയ കാരണം ത്രില്ല് വന്നു കേട്ടോ. മേമ പറയുന്ന പോലെ ഒരു വട്ടം ചാടുമ്പോഴാണ് ആ ഒരു പേടിയുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് ത്രില്ലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ചാടി എല്ലാവരും കൂടെ
നീന്തി പോവാണ്. പിന്നെ അങ്ങോട്ട് നീന്തുക തന്നെ ചെയ്തത്. നേരത്തെ ഞാൻ നടക്കുക ചെയ്തിട്ടാ. ഇപ്രാവശ്യം നമ്മളെന്തായാലും നീന്തുകയാണ് ചെയ്തത്. ഇങ്ങനെ നീന്തുമ്പോൾ ഒരുപാട് നീന്താണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കുഴി ആ തിരിവിലാണുള്ളത് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ അമ്മ, നീന്തലറിയാത്ത അമ്മ ഉണ്ടായിരുന്നു. ഞാനാകെ പേടിച്ചിന്നെ നോക്കിയൊക്കെ പറഞ്ഞിട്ട് അവൾ കൂടിയെങ്കിലും എനിക്ക് ആ ആഴത്തിൻ്റെ അവിടെ എത്തുമ്പോൾ എനിക്ക് എന്തോ മനസ്സിലൊരു പേടി കുടുങ്ങിയിട്ട് അവളും പിടിക്കാൻ പറ്റുന്നില്ല, ഞാനും മുങ്ങിപ്പോവുക. അങ്ങനെയിട്ട് ഒരു വിധത്തിൽ ഞങ്ങളെല്ലാവരും കൂടെ കരയ്ക്ക് കയറി വന്നു കേട്ടോ. പിന്നെ ഒഴുക്കായ കാരണം പേടിക്കാനില്ല. അങ്ങനെ തങ്ങി നിൽക്കുന്ന വെള്ളമൊക്കെ വെച്ചാൽ കുണ്ടിലൊക്കെ കുടുങ്ങിയാൽ പേടിയല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ നടന്ന് നീന്തി ഒരു വിധത്തിൽ നമ്മൾ കരയ്ക്ക് കയറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അധികം നേരം ഉണ്ടായിരുന്നില്ല കളിക്കാൻ. സമയം വൈകി മോളായിട്ട് നമുക്ക് വീട്ടിൽ പോകേണ്ടത് കാരണം നമ്മൾ അധികം പിന്നെ കളിക്കാൻ നിന്നില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് വെള്ളത്തിൽ നിന്നു. സിംഗിളായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം വെറുപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. പക്ഷേ നമുക്ക് അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ പോകാൻ തോന്നുന്നില്ല. കാരണം ഇപ്പം അടുത്തൊന്നും വരില്ലല്ലോ. ഇനി ഓണത്തിനൊക്കെ വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഏത് രീതിയിലാവും നമുക്ക് പറയാൻ പറ്റില്ല. ഈ കാണുന്ന കോലം ഒന്നും ആവില്ല ഗായ്സ് നമ്മൾ ഓണത്തിന് വരുമ്പോൾ. എന്തായാലും അപ്പോൾ ഒരു വ്ളോഗ് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു തോട്ടിൽ ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട് കാണാനും പോകാനും തോന്നുന്നില്ല. നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ ഒന്നുകൂടെ ചാടണം എന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വരവിനാവട്ടെ. ഞങ്ങൾ തിരിച്ച് പോവാണ്. പോകുന്ന വഴിയിൽ ഞങ്ങളുടെ വഴി കണ്ടു ഗായ്സ്. നല്ലൊരു എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഫോണും ഞാനും നിലത്ത് കിടക്കുന്നത്. നിലമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫോണിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ വിചാരിച്ച ഡിസ്പ്ലേ ഒക്കെ പോയി എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ഭാഗ്യം കൊണ്ട് നമ്മൾ കവർ ഇട്ട കാരണം കുഴപ്പമുണ്ടായില്ല. പിന്നെ ഒരു പഴയ വീടാട്ടോ, അവിടെ ആൾതാമസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ചാണ് വീണ കാരണം പിന്നെ ആ വഴിയിൽ കയറാൻ നിന്നില്ല. നമ്മൾ റിവേഴ്സ് എടുത്ത് വേറൊരു വീട്ടിലെ പറമ്പിൽ കൂടെ നല്ല വഴിക്ക് ഈ വഴി കൂടെ കയറി വന്നാൽ മതിയായിരുന്നു. വല്ലാണ്ട് റിസ്ക്കും കാര്യങ്ങളും എടുത്തിട്ട് നമുക്ക് റസ്ക് കടിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് കയറി പോയതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ